1830 നവംബർ 27 നടന്ന രണ്ടാമത്തെ പ്രതിഷീകരണത്തിൽ കാതറിൻ ലബോറിക്ക് അമ്മ അത്ഭുതകരമായ ഒരു മെഡലിൻ്റെ രൂപം സമ്മാനിച്ചു. ഈ മെഡലിൻ്റെ മുൻവശത്ത് മറിയം ഒരു ഗ്ലോബിനു മുകളിൽ നിൽക്കുന്നതും അവൾ പാദങ്ങൾ കൊണ്ട് ഒരു സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്നതുമാണ്. ഗ്ലോബിനു മുകളിൽ മറിയം നിൽക്കുന്നത് മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ സൂചനയും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ട് മറിയം മനുഷ്യവർഗത്തെ സംരക്ഷിക്കുന്നതുമാണ്. കാതറിൻ പറയുന്നതനുസരിച്ച് ആദ്യ ദർശനത്തിൽ പരിശുദ്ധ മറിയം സൂര്യരശ്മി പോലെ തേജസ്സുള്ളവളായിരുന്നു. മറിയത്തിൻ്റെ കരങ്ങളിൽ നിന്നും പ്രവഹിച്ചിരുന്ന കിരണങ്ങൾ മറിയം കാതറിനോട് പറഞ്ഞതുപോലെ എന്നോട് യാചിക്കുന്നവർക്ക് ഞാൻ ചൊരിയുന്ന കൃപകളെയാണ് സൂചിപ്പിക്കുക. ഓവൽ ആകൃതിയിലുള്ള ഈ മെഡലിൻ്റെ ഒരു വശത്ത് ജന്മപാപമില്ലാതെ ജനിച്ച മറിയമേ, നിന്നിൽ അഭയം തേടുന്നു, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുറന്ന കരങ്ങളിലൂടെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അഭയസ്ഥാനമായ അമ്മയാണ് താനെന്ന് മറിയം സൂചിപ്പിക്കുന്നു. ജന്മപാപമില്ലാതെ ജനിച്ചവൾ എന്ന സംജ്ഞ മറിയത്തിൻ്റെ അമലോത്ഭവത്തെ സൂചിപ്പിക്കുന്നു. മറിയത്തിൻ്റെ കരങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന കൃപകളായ കിരണങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയുടെ പ്രതീകമാണ്. കിരീടത്തിന് ചുറ്റും കാണുന്ന 12 നക്ഷത്രങ്ങളും വസ്ത്രത്തിൻ്റെ നിറവും വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ സൂചിപ്പിക്കുന്നു. ഇനി മെഡലിൻ്റെ മറുവശം വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പോലെ 12 നക്ഷത്രങ്ങൾ എം എന്ന അക്ഷരത്തിനുള്ളിലൂടെ ഒരു കുരിശുയർന്നു നിൽക്കുന്നു. അതിനു താഴെ ജ്വലിക്കുന്ന 2 ഹൃദയങ്ങളും, ഒരു ഹൃദയം മുള്ളുകളാൽ ചുറ്റപ്പെട്ടതും മറ്റൊന്ന് വാളിനാൽ പിളർന്നതും. എം പരിശുദ്ധ മറിയത്തെ അമ്മയും മധ്യസ്ഥയുമായി. കുരിശ് നമ്മളെ രക്ഷിച്ച യേശുവിൻ്റെ രക്ഷാകരമായ കുരിശ്. 12 നക്ഷത്രം ആദിമസഭയെ പടുത്തുയർത്തിയ 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. ഇടതുവശത്തുള്ള ഹൃദയം ഈശോയുടെ തിരുഹൃദയവും വലതുവശത്തെ ഹൃദയം പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയവുമാണ്. തീജ്വാലകൾ യേശുവിൻ്റെയും മാതാവിൻ്റെയും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകം. കാതറിൻ തൻ്റെ ദർശനങ്ങൾ തൻ്റെ കുമ്പസാരക്കാരനായ ഫാദർ അലഡേലിനോട് മാത്രമാണ് പറഞ്ഞത്. സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്താതെ ദർശനത്തെപ്പറ്റി പാരീസിലെ ആർച്ച് ബിഷപ്പിനോടും ചുമതലപ്പെട്ടവരെയും ആ വൈദികൻ അറിയിച്ചു. ദർശനം ആധികാരികമാണോ എന്ന് വിലയിരുത്താനുള്ള കാനോനിക അന്വേഷണ ശേഷം ആദ്യം ഫ്രാൻസിലും പിന്നീട് ലോകം മുഴുവൻ ഇത് സംസാര വിഷയമായി. 1842 അൽഫോൺസ് ടാറ്റിസ്മോക്കിൻ്റെ മാനസാന്തരം മെഡലിൻ്റെ പ്രസിദ്ധി ലോകം